റിപ്പോർട്ടർ ചാനലിലേക്ക് മാതൃഭൂമിയിലെ മാധു സജി കടന്നു വന്നതോടെ സ്മൃതി പരുത്തിക്കാട് മിക്കവാറും ചാനലിൽ നിന്നും ഒപ്പം തന്നെ കോൺഗ്രസുകാരുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ടേക്കും, കടുത്ത ഭീഷണിയാകാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി തുറന്നു കാട്ടുന്നുണ്ട്. ഇത്രയും കാലം കരുതി സ്മൃതിയാണ് മാടമ്പള്ളിയിലെ ആ മനോരോഗിയെന്ന്. അല്ല, അതിനേക്കാൾ തീവ്രമാണ് മാതൃഭൂമിയിലെ ആ മനോരോഗി എന്ന് തോന്നിപ്പോവുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പത്രം തന്നെ മെനഞ്ഞെടുത്ത വ്യാജ വാർത്ത, പ്രപ്പോസൽ വെച്ച് ഓഡിറ്റ് രേഖ എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് പ്രചരിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ആ വിഷയത്തിൽ രാവിലെ വാർത്തകൾ വന്നതിന് ശേഷം PS പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത പണം തിരിച്ചടച്ചതും അതിൻ്റെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ച കാര്യം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അതിനോടൊപ്പം ഇട്ട കുറിപ്പ് വായിച്ചിട്ട് ഒരു കാരണവശാലും മാധുവിന് PS പ്രശാന്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ആ കണക്ക് പറച്ചിൽ കേട്ടപ്പോൾ ശിവനേ, ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ അവതാരങ്ങളായി എത്തുന്നത് എന്ന് ആരെങ്കിലും താടിക്ക് കൈവച്ചു കൊടുത്താൽ അത്ഭുതപ്പെടാനില്ല. ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് മണ്ടത്തരങ്ങളെ എന്തുകൊണ്ട് ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും സത്യം മനസ്സിലാക്കി സംസാരിക്കുന്നവരാകരുത് അവതാരങ്ങളെന്ന് ചിലർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ആ ഫേസ്ബുക്ക് കുറിപ്പിനെ സംബന്ധിച്ച് ഒരു കൊച്ചു കുഞ്ഞിന് വരെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വ്യക്തിയുടെ കുഴപ്പമല്ല, മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. നോക്കിയേ, ഹൈക്കോടതിയിൽ കൊണ്ടു കൊടുത്തിരുന്നതിൽ നന്നായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ഫേസ്ബുക്കിൽ ഇടാനാണ് സാധിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? PS പ്രശാന്ത് കണക്കിൽ കോടതി കൊടുത്തതാ. PS പ്രശാന്ത് ഇട്ടത് അല്ലല്ലോ കൊണ്ട് കൊടുത്തത്. ഞാൻ PS പ്രശാന്തിന്റെ കാര്യമാണ് പിന്നെ കോടതി പോയി കാര്യങ്ങൾ PS പ്രശാന്ത് പറയുന്ന ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി PS പ്രശാന്ത് പറഞ്ഞ എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ? അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അതിന്റെ അപ്പുറത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ആകെ ചിലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ അദ്ദേഹം ആധികാരികമായി ഉന്നയിക്കുന്നത് ദേവസ്വം കമ്മീഷണർ കണക്കാണല്ലോ. ആ കണക്കിൽ പറയുന്നത് എന്താണ്? 4.5 കോടിയും GST എന്നാണ്. ഇതുവരെ ചെലവഴിച്ചതിന് 2 കണക്ക് ഫേസ്ബുക്ക് പേജിൽ തന്നെയുണ്ട്. ഇല്ല, ഒന്നുകൂടി വായിച്ചേ. അങ്ങ് പറഞ്ഞോളൂ. അങ്ങേക്ക് വായിക്കാൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഇതുവരെ ചെലവഴിച്ചത് അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ദേവസ്വത്തിന്റെ ഫണ്ടിൽ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പറയുന്നെന്താ? അല്ലല്ല